നമസ്കാരം. കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി ഭവനിൽ ഭാരതത്തിൻ്റെ കറുത്ത പൊന്മാൻ എന്നറിയപ്പെടുന്ന ഒരു മലയാളി പത്മശ്രീ അവാർഡ് ഏറ്റുവാങ്ങുന്നത് കണ്ടപ്പം വളരെയേറെ അഭിമാനവും സന്തോഷവും തോന്നി. കൂട്ടത്തിൽ തോന്നിയ ഒരു ഖേദം, ആ മനുഷ്യൻ ഇത്രയും കാലം കാത്തിരിക്കേണ്ടി വന്നു ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടാൻ എന്നുള്ള കാര്യത്തിലാണ് ഖേദം തോന്നിയത്. അത് മറ്റാരുമല്ല, ഈ കറുത്ത പൊന്മാൻ എന്നറിയപ്പെടുന്ന IM വിജയൻ എന്ന ഭാരതത്തിൻ്റെ ഫുട്ബോൾ മുത്ത്. അദ്ദേഹത്തിന് പത്മശ്രീ അവാർഡ് ഇപ്പോൾ മോദി സർക്കാരാണ് നൽകിയത്. അദ്ദേഹം 18-ാം വയസ്സിൽ ഫുട്ബോൾ ടീമിൽപ്പെട്ട് കേരള പോലീസിൻ്റെ ഫുട്ബോൾ ടീമിൽപ്പെട്ട് ലോക റെക്കോർഡ് അതിനുശേഷമുള്ള ആഗോള കളിയിൽ രാജ്യാന്തര ഫുട്ബോൾ മത്സരത്തിൽ 12 സെക്കൻഡിനുള്ളിൽ ഗോളടിച്ച് ലോക റെക്കോർഡ് നേടിയ ഒരാളാണ്, ലോക റെക്കോർഡ് സ്ഥാപിച്ച ഒരാളാണ് ശ്രീ IM വിജയൻ. അതിനുശേഷം ധാരാളം മത്സരങ്ങളിൽ ഏതാണ്ട് 79 ലോക മത്സരങ്ങളിൽ 39 ഗോൾ നേടിയ കേരളത്തിൻ്റെ എക്കാലത്തെയും ഫുട്ബോൾ ഇതിഹാസമായി മാറിയ IM വിജയന് ഭാരതത്തിൻ്റെ ഒരു അംഗീകാരം കിട്ടാൻ, രാജ്യത്തിൻ്റെ അംഗീകാരം കിട്ടാൻ ഇത്രയും കാലം, അതും അദ്ദേഹം സജീവമായി നിന്നപ്പോൾ കൊടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് അർജുന അവാർഡ് കൊടുത്തു, അത് വാജ്പേയി ഗവൺമെൻറ് ഉണ്ടായിരുന്നപ്പോഴാണ് എന്നുള്ളത് ഓർക്കണം. അതിന് മുന്നെയോ അതിന് ശേഷമോ ഭരിച്ചവരാരും അദ്ദേഹത്തിന് ഈ തരത്തിലൊരു അംഗീകാരം ഭാരതം മുഴുവൻ അറിയുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രത്തിൻ്റെ ഒരു ബഹുമതി എന്നുള്ള നിലയ്ക്ക് കൊടുക്കാൻ അതിന് മുൻപും ശേഷവും ഉള്ളവർക്ക് കഴിഞ്ഞില്ല. ഫുട്ബോൾ ഗ്രൗണ്ടിൽ കളി നടക്കുന്ന ഗ്രൗണ്ടിൽ ശീതളപാനീയം വിറ്റ് നടന്നിരുന്ന ഒരു കുട്ടിയാണ്, ഇടയ്ക്ക് വെച്ച് പഠിത്തം നിർത്തേണ്ടി വന്ന ഒരു കുട്ടി. ആ കുട്ടി സ്വന്തം കഴിവ് കൊണ്ടും പ്രയത്നം കൊണ്ടും കളിച്ച് വിജയിച്ച് ലോകപ്രശസ്തനായി മാറിയപ്പോൾ കേരളത്തിൻ്റെ പ്രശസ്തിയാണ് അതുകൊണ്ട് സത്യത്തിൽ വർദ്ധിച്ചത്. അങ്ങനെ കേരളത്തിൻ്റെ പ്രശസ്തി ഈ ഫുട്ബോൾ രംഗത്ത്, സ്പോർട്സ് രംഗത്ത്, കായിക രംഗത്ത് വർദ്ധിപ്പിച്ച ഒരു മനുഷ്യനെ ഇങ്ങനെ ഒരു ആദരവ് കൊടുക്കാൻ എന്തുകൊണ്ടാണ് മറ്റ് സർക്കാരുകൾ തുനിയാതിരുന്നത്, ശ്രമിക്കാതിരുന്നത്? അവരെപ്പോഴും നിറത്തിൻ്റെ പേരിൽ വാദിക്കുന്നവരും രാഷ്ട്രീയം കളിക്കുന്നവരും ജാതി പ്രചരിപ്പിക്കുന്നവരും ഒക്കെയാണല്ലോ. എന്തെല്ലാം കുൽസിതമായ മാർഗങ്ങൾ ഉപയോഗിച്ച് നിറത്തിൻ്റെ പേരിൽ വംശീയമായതോ അല്ലാത്തതോ ആയ വിദ്വേഷം ജനിപ്പിക്കാനും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുമുള്ള ശ്രമം നടത്തുന്ന കൂട്ടരാണ് മറ്റ് പലരും. അവരൊക്കെ അധികാരത്തിലിരുന്നവരാണ്. ആ അധികാരത്തിലിരുന്നപ്പോഴൊന്നും ഇങ്ങനെ ഒരു അംഗീകാരം, ഒരു പത്മ അവാർഡ് കൊടുക്കാൻ അദ്ദേഹം സജീവമായി നിന്ന വേളയിൽ കൊടുക്കാൻ എന്തുകൊണ്ടാണ് കഴിയാതിരുന്നത്? 2004 വരെയാണ് അദ്ദേഹം സജീവമായി ഫുട്ബോൾ രംഗത്തുണ്ടായിരുന്നത്. ആ സജീവമായി നിന്നിരുന്ന കാലത്തൊന്നും അദ്ദേഹത്തിന് ഇതുപോലെ ഒരു അംഗീകാരം കൊടുക്കാൻ, അതിന് മുന്നേ കൊടുക്കാനോ എന്തുകൊണ്ടാണ് തയ്യാറാകാതിരുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. 1996-ലും 98-ലും 99-ലും ഭാരതത്തിൻ്റെ ഫുട്ബോൾ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു. പിന്നീട് കുറേ വർഷം അതേ ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനുമായിരുന്നു. അങ്ങനെ ദേശീയ തലത്തിൽ ടീമിൻ്റെ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും ഒക്കെയായി പ്രവർത്തിച്ചിട്ടുണ്ട്. എത്രയോ ലോകരാജ്യാന്തര മത്സരങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, 79 മത്സരങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ 2003-ൽ നടന്ന ആഫ്രോ ഏഷ്യൻ ഗെയിംസിൽ ടോപ്പ് സ്കോററായിരുന്നു അദ്ദേഹമായി. ആ 4 ഗോൾ നേടി ടോപ്പ് സ്കോറർ എന്ന അംഗീകാരം നേടിയ ആളാണ്. അങ്ങനെ പല സന്ദർഭത്തിലും കളിയിൽ നിറഞ്ഞു നിൽക്കെ പല സന്ദർഭത്തിലും അംഗീകാരം നേടുകയും ലോകശ്രദ്ധ പിടിച്ചു പറ്റുകയും ഒക്കെ ചെയ്ത ഭാരതത്തിൻ്റെ ഈ കറുത്ത പൊന്മാനെ എന്തുകൊണ്ടാണ് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാതെ പോയത്? അഥവാ ഇഷ്ടപ്പെട്ടു എന്ന് വാക്കാൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അർഹതപ്പെട്ട അംഗീകാരം കൊടുക്കാതെ പോയത് എന്തുകൊണ്ടാണ് എന്നുള്ളത് എല്ലാവരും ചിന്തിക്കേണ്ടതാണ്. കൊടുക്കാൻ അധികാരമുണ്ടായിരുന്നവർ എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് സ്വകാര്യമായിട്ടെങ്കിലും അവർ പറയേണ്ടതാണ്. എപ്പോൾ 2 സന്ദർഭവും 2 അവാർഡും കൊടുത്തത് BJP ഗവൺമെൻറ്റാണ്, NDA ഗവൺമെൻറ്റാണ് എന്നോർക്കണം. ഞാൻ പറഞ്ഞല്ലോ, അർജുന അവാർഡ് കൊടുത്തത് വാജ്പേയിയുടെ കാലത്താണ്. പത്മശ്രീ അവാർഡ് ഇപ്പോൾ കൊടുത്തത്, അത് 2005-ൽ കൊടുത്തത് ഇപ്പോൾ മോദി സർക്കാരുമാണ്.
എന്തുകൊണ്ടാണ് കോൺഗ്രസ് സർക്കാരുകൾ എത്രയോ തവണ ഭരിച്ചു, അതിനു മുമ്പ് പല മുന്നണി സർക്കാരുകളും ഇടതു മുന്നണിയൊക്കെ ഉൾപ്പെടുന്ന സർക്കാരുകളൊക്കെ ഭരിച്ചല്ലോ. അപ്പോഴൊന്നും ഇതിലേതെങ്കിലും ഒരു അവാർഡ് കൊടുക്കാൻ അവർക്ക് തോന്നാതിരുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിൻ്റെ ഏത് അയോഗ്യതയായിരുന്നു അദ്ദേഹത്തിനെ അംഗീകരിക്കാൻ തടസ്സമായിരുന്നത് കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസ്സുകാർക്കും എന്നൊക്കെ അറിയാൻ താല്പര്യമുണ്ട്. ഇപ്പോൾ ഇത്രയും വലിയ ദീർഘകാലമായിരുന്ന ഈ അത്തരം എത്രയോ അംഗീകാരം ഇന്നലെ പത്മ അവാർഡ് കൊടുക്കുന്നത് കണ്ടപ്പോൾ IM വിജയന്റെ കാര്യം മാത്രമല്ല, അങ്ങനെ എത്രയോ അറിയപ്പെടാത്ത അജ്ഞാതമായ കോണുകളിൽ കിടന്ന് രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പല മേഖലകളിൽ കലാരംഗത്ത്, സാഹിത്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, വികസന രംഗത്ത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ സേവനം ചെയ്യുന്ന രംഗത്ത് അറിയപ്പെടാതെ കടന്നിരുന്ന ഭാരതത്തിൻ്റെ ഒന്നാന്തരം മുത്തുകളെ കഴിഞ്ഞ ഈ 10-12 കൊല്ലക്കാലമായിട്ട് പെറുക്കിയെടുത്ത് അവർക്ക് പത്മ അവാർഡ് എന്ന കിരീടം അവരുടെ തലയിൽ ചാർത്തിക്കൊടുത്ത് എല്ലാ രംഗത്തും, യോഗ രംഗത്ത്, എന്തെല്ലാം രംഗങ്ങളിലാണ്, എണ്ണിയാലൊടുങ്ങാത്ത രംഗങ്ങളിൽ അത്തരം പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. നമ്മൾ പ്രാഞ്ചിയേട്ടൻ എന്ന മമ്മൂട്ടിയുടെ സിനിമ കണ്ടു. ഏതാണ്ട് അതുപോലെ ആയിരുന്നില്ലേ 2014 മുൻപ് പത്മ അവാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെല്ലാം അഭ്യാസങ്ങളാണ് കാണിച്ചിരുന്നത് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഈ അരമന രഹസ്യങ്ങളൊന്നും നമുക്കറിയില്ല. അധികാരത്തിൻ്റെ ഇടനാഴികളിൽ അലഞ്ഞു തിരിഞ്ഞ് എങ്ങനെയെങ്കിലും ഒരു പത്മ അവാർഡ് നേടാൻ വേണ്ടി കോടികൾ കൈക്കൂലി കൊടുത്തും മന്ത്രിമാരുടെ കാല് പിടിച്ചും നേതാക്കന്മാരുടെ കാല് നക്കിയും ഒക്കെ വലിയ വലിയ ആൾക്കാരെന്ന് പറയപ്പെടുന്നവർ പത്മ അവാർഡുകൾ സംഘടിപ്പിച്ചു കൊണ്ടിരുന്നത് അവസാനിച്ചത് 2014 ആ 2014 മുതൽ 2025 വരെ ഈ 11 കൊല്ലക്കാലം കിട്ടിയിട്ടുള്ള പത്മ അവാർഡുകൾ കിട്ടിയിട്ടുള്ള ആൾക്കാരുടെ പട്ടിക സർക്കാരിൻ്റെ വെബ്സൈറ്റിൽ കിട്ടുമല്ലോ, ഭാരത സർക്കാരിൻ്റെ. അതൊന്ന് എടുത്തു നോക്കുക. ഏതെല്ലാം രംഗങ്ങളിൽ കേരളത്തിൽ നിന്ന് തന്നെ എത്രയോ പേർക്ക് കിട്ടി, ഏതെല്ലാം രംഗങ്ങളിൽ അറിയപ്പെടാതെ കിടന്നിരുന്ന എന്നാൽ രാജ്യത്തിൻ്റെ വിവിധ രംഗങ്ങളിൽ രാഷ്ട്ര പുരോഗതിക്ക് വേണ്ടി, ജനനന്മയ്ക്ക് വേണ്ടി, സമൂഹത്തിൻ്റെ മാതൃകയായി ജീവിതകാലം മുഴുവൻ പ്രവർത്തിക്കുകയും ജീവിക്കുകയും അനേകം സംഭാവനകൾ നൽകുകയും ചെയ്ത അങ്ങനത്തെ എത്രയോ ആൾക്കാർ ഏറ്റവും അടിത്തട്ടിൽ എന്ന് മറ്റുള്ളവർ പറയുന്ന, അടിത്തട്ടിലല്ല സത്യത്തിൽ അവർ, പക്ഷെ പൊതുസമൂഹം അവരെ, അല്ലെങ്കിൽ ഈ പറയുന്ന അധികാര ശ്രേണിയിൽ പെട്ടിരുന്നവരൊക്കെ അവരാണല്ലോ സവർണന്മാരെന്ന് പറയുന്നത്. ഈ കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഒക്കെ ഉണ്ടായിരുന്ന സവർണ ഭരണാധികാരികളുടെ കണ്ണിൽപ്പെടാതെ പോയ ഈ അടിക്കാട്ടങ്ങൾ എന്ന് പറഞ്ഞ് അവർ തള്ളിയിരുന്ന ഈ ഭാരതത്തിൻ്റെ കറുത്ത മുത്തുകളെയും വെളുത്ത മുത്തുകളെയും എല്ലാ മുത്തുകളെയും കണ്ടെടുത്ത് പെറുക്കിയെടുത്ത് അവരെ തേച്ചും മിനുക്കി രാജ്യത്തിൻ്റെ പോരാ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന 11 കൊല്ലത്തെ ആ റെക്കോർഡ് നിങ്ങളൊന്ന് പരിശോധിക്കേണ്ടത് തന്നെയാണ്. ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ പലരും TV-യിൽ കണ്ടു കാണുമല്ലോ, ആരൊക്കെയാണ് ആ പത്മ അവാർഡുകൾ ഏറ്റുവാങ്ങാൻ വേണ്ടി വന്നവർ. നിരക്ഷരരായ ആൾക്കാർ, യാതൊരു ദരിദ്രമായ ആൾക്കാർ, ഒരു ഉപജീവനത്തിനും ഒരു മാർഗവും ഇല്ലാതിരുന്നിട്ടുള്ള ആൾക്കാർ. എന്നിട്ടും അവർ തങ്ങളുടെ ഇല്ലായ്മകളുടെ പേരിൽ വിലപിച്ചുകൊണ്ട് കുത്തിയിരിക്കാതെ തന്നാൽ കഴിയുന്നത് പോലെ രാജ്യനന്മയ്ക്ക് വേണ്ടി, ജനനന്മയ്ക്ക് വേണ്ടി തങ്ങളുടെ ജീവിതം തന്നെ മാറ്റി വെച്ചുകൊണ്ട് ഉഴിഞ്ഞു വെച്ചുകൊണ്ട് പ്രവർത്തിച്ച അത്തരം മഹാന്മാരായ, അതിമഹാന്മാരും മഹതികളുമായ ആൾക്കാരെ എന്തിന് ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ആൾക്കാരെ, ഈ നപുംസക വിഭാഗം എന്ന് പറയുന്ന ആൾക്കാരെ പൊതുസമൂഹം അകറ്റിയിരുന്നപ്പോൾ 2 കൊല്ലം മുമ്പ്, കഴിഞ്ഞ വർഷം, കഴിഞ്ഞ മുമ്പിലത്തെ വർഷം മറ്റല്ലേ, അതിൽപ്പെട്ട ഒരു ആളിന്, ഒരു നൃത്തക്കാരിയായ ഒരാളിന് ഒരു പാരമ്പര്യ നൃത്തവും അതിലൊരു ആചാരവും ചടങ്ങുകളൊക്കെ ഉള്ളതാണ്. വടക്കൻ ഭാരതത്തിലൊക്കെ വിവാഹ വീടുകളിൽ വിവാഹിതകളാവുന്ന, അല്ല ജനിക്കുന്ന കുട്ടികളെ അനുഗ്രഹിക്കാൻ അങ്ങനെയൊക്കെയുള്ള ആചാരങ്ങളും വിശ്വാസങ്ങളും ഉണ്ടായിരുന്നു. അത്തരം മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ പറയുന്ന ഈ നപുംസക വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീക്ക്, ഒരു വനിതാ തരത്തിൽപ്പെട്ട ഒരാളിന്, ഒരു നൃത്തക്കാരിക്ക് പത്മ അവാർഡ് കൊടുത്തില്ലേ?
അവരെത്ര അഭിമാനത്തോടു കൂടി വന്നു നിന്ന രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിയത് എന്ന് ആലോചിച്ച് നോക്കി. തിരസ്കരിക്കപ്പെട്ടു എന്ന് കരുതിയിരുന്ന, അവഗണിക്കപ്പെട്ട് ആട്ടി അകറ്റിയിരുന്ന, ആരാലും പരിഗണിക്കാതെ സമൂഹത്തിൻ്റെ പൊതുജീവിതത്തിൻ്റെ പരിയമ്പുറങ്ങളിൽ കിടന്നുകൊണ്ട് ദുരിതങ്ങളുടെയും കഷ്ടപ്പാടിൻ്റെയും പട്ടിണിയുടെയും ഇടയിൽ രാഷ്ട്രനന്മയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച അത്തരം പ്രവർത്തനങ്ങൾ നടത്തിയ അനേകം ആൾക്കാരെ കണ്ടെത്തി രാഷ്ട്രം ആദരിച്ചു എന്നുള്ള ഒരു ഒറ്റ കാരണം പോലും മതി ഈ BJP നേതൃത്വം കൊടുക്കുന്ന സർക്കാരിൻ്റെ മഹത്വം മനസ്സിലാക്കുവാൻ, അഥവാ രാജ്യത്തിനോടുള്ള ആഭിമുഖ്യം മനസ്സിലാക്കുവാൻ, രാജ്യനന്മയ്ക്ക് വേണ്ടി എങ്ങനെയൊക്കെ ചിന്തിക്കുന്നു, പ്രവർത്തിക്കുന്നു, മറ്റുള്ളവർക്ക് എല്ലാ രംഗത്തുമുള്ള പാവങ്ങളോ കെട്ടുപോയവരോ തിരസ്കരിക്കപ്പെട്ടവരോ വനവാസി വിഭാഗത്തിൽപ്പെട്ടവരോ ഒക്കെ ആർക്കും രാഷ്ട്രനന്മയ്ക്ക് വേണ്ടി തൻ്റെതായ ജീവിതം മാറ്റിമറിക്കാൻ കഴിയുമെന്നും ലോകത്തിനും സമൂഹത്തിനും മാതൃകയായി ജീവിക്കാൻ കഴിയുമെന്നും അങ്ങനെ കഴിഞ്ഞിരുന്നവരെ കണ്ടെത്തി ലോകത്തിൻ്റെ മുമ്പിൽ പരിചയപ്പെടുത്തി, ഇതുപോലെ ജീവിക്ക്, ഇതുപോലെ പ്രവർത്തിക്ക്, ഇതുപോലെ ചെയ്യ്, നാടിന് നന്മ ചെയ്യ് എന്ന് പ്രസംഗിക്കാതെ 1000 പ്രസംഗത്തിലും വളരെ വലുതാണ് അങ്ങനെ ജീവിക്കുന്ന ഒരാളെ കണ്ടെത്തി ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയും അവർക്ക് ആദരമർപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ആദരമർപ്പിക്കപ്പെട്ട ആദരം കിട്ടിയ, പുരസ്കാരം കിട്ടിയ ആളാണ് IM വിജയൻ. കേരളത്തിന് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരാളല്ലേ IM വിജയൻ. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് 2014 മുന്നേ, അതിനു മുമ്പുള്ള വാജ്പേയി സർക്കാരിൻ്റെ ഒഴിച്ച മറ്റ് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഈ പറയുന്ന ദളിതവാദികളും അല്ലാത്തവാദികളും കറുത്തവാദികളും വെളുത്തവാദികളും ഒക്കെ ഭരിച്ചല്ലോ കേരളവും ഭാരതവും ഒക്കെ. എന്നിട്ട് ഇങ്ങനെ കുറച്ചത് കാലം മുമ്പ് വരെ വാജ്പേയി ഈ BJP ഗവൺമെൻറ് വരുന്നതിന് മുമ്പ് വരെ സർക്കാരായിരുന്നല്ലോ നോമിനേറ്റ് ചെയ്യേണ്ടിയിരുന്നത്, ലിസ്റ്റ് കൊടുത്തിരുന്നത്. സംസ്ഥാന സർക്കാരുകൾ ലിസ്റ്റ് കൊടുക്കണമായിരുന്നല്ലോ, പത്മ അവാർഡിന് നോമിനേഷൻ കൊടുക്കണമായിരുന്നല്ലോ. എത്രയെങ്കിലും തവണ IM വിജയന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടോ കേരളത്തിൻ്റെ കോൺഗ്രസ് സർക്കാരോ കമ്മ്യൂണിസ്റ്റ് സർക്കാരോ? എപ്പോഴെങ്കിലും IM വിജയന് വേണ്ടി നോമിനേഷൻ കൊടുത്തിട്ടുണ്ടോ? ഇപ്പോഴല്ലേ ആർക്കും കൊടുക്കാവുന്ന അവസ്ഥ വന്നത്. അത് കൊണ്ടുവന്നതും ഈ BJP ഗവൺമെൻറ് അല്ലേ എന്ന് പറഞ്ഞാൽ, പറഞ്ഞു വന്നതിൻ്റെ സാരം IM വിജയനെ പോലെയും അത്ര പോലും അറിയപ്പെടാതെയും കിടന്നിരുന്ന ആൾക്കാരെ എന്ന് മാത്രമല്ല മറ്റൊന്നും കൂടി ചെയ്യുന്നുണ്ടല്ലോ. ഈ പത്മ അവാർഡ് കിട്ടുക ഒരേ സമയത്ത് ഒത്തിരി പേർക്ക് കൊടുക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ ഇരിക്കെ അത്തരക്കാരെ അംഗീകരിച്ച് ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഈ മൻ കി ബാത്തിലൂടെ നമ്മുടെ ശ്രീമൻ നാരായണൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ലോകത്തിൻ്റെ മുമ്പിൽ ആരും അറിയിപ്പോൾ മുപ്പത്തടത്ത് ആലുവ, എറണാകുളം ജില്ലയിൽ ആലുവായ്ക്കടുത്ത് മുപ്പത്തടം എന്ന് പറയുന്ന ഭാഗത്ത് ഒരു നാട്ടും പുറത്ത് ആരാലും അറിയപ്പെടാതെ മൺപാത്രം ഉണ്ടാക്കി പക്ഷികൾക്ക് വെള്ളം വെച്ച് കൊടുത്തിരുന്ന ശ്രീമൻ നാരായണനെ മൻ കി ബാത്തിലൂടെ അവതരിപ്പിച്ച് ലോകത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരു മനുഷ്യൻ ലോകത്തിൻ്റെ ഒരു കോണിൽ, ഭാരതത്തിൻ്റെ ഒരു ഗ്രാമത്തിൽ, ഒരു മൂലയിൽ ഒറ്റയ്ക്ക് പ്രകൃതിയെ സംരക്ഷിക്കുവാൻ, പ്രാണികളെ സംരക്ഷിക്കുവാൻ പണിയെടുക്കുന്നു എന്ന് ലോകത്തിനോട് വിളിച്ചു പറഞ്ഞില്ലേ? അത് മറ്റൊരു അംഗീകാരവും കൂടിയാണ്. പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യത്തിൻ്റെ, ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ലോകത്തോട് പറയുകയാണ് ഇങ്ങനെ ഒരാളുണ്ട്. അങ്ങനെ പറയപ്പെട്ട എത്രയോ ആൾക്കാർ, 100 കണക്കിന് ആൾക്കാർ അങ്ങനെ പറയപ്പെടുന്നവർ, പത്മ അവാർഡ് പോലെയുള്ള അവാർഡ് കൊടുത്തുകൊണ്ട് 100 കണക്കിന് ആൾക്കാർ. ഇതൊക്കെ ഒരു മനോഭാവത്തിൻ്റെ, ഒരു സംസ്കാരത്തിൻ്റെ, ഒരു സാംസ്കാരിക മൂല്യത്തിൻ്റെ, ഒരു രാഷ്ട്രത്തിൻ്റെ നന്മയുടെ അടയാളങ്ങളാണ് എന്ന് തിരിച്ചറിയാൻ കഴിയണം. അത്തരം നന്മയുടെ അടയാളങ്ങളെ സമൂഹത്തിൻ്റെ മാതൃകയായി അവതരിപ്പിക്കുന്നു എന്നുള്ളത് തന്നെ ഈ BJP ഗവൺമെൻറ്റിൻ്റെ മാത്രമല്ല, ഈ പറയുന്ന മറ്റുള്ളവർ ആക്ഷേപിക്കുന്ന ഈ സംഘപരിവാറിൻ്റെ സമീപനത്തിൻ്റെ, മനോഭാവത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ, കാഴ്ചപ്പാടിൻ്റെ, വീക്ഷണത്തിൻ്റെ ഒക്കെ തെളിവ് കൂടിയാണ് എന്ന് മനസ്സിലാക്കണം. പാവങ്ങൾക്ക് വേണ്ടിയിട്ടെന്നും ദളിതർക്ക് വേണ്ടിയിട്ടെന്നും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടെന്നും ഒക്കെ വേണ്ടി വാദിച്ചു കൊണ്ടിരിക്കുന്ന, പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന നെടുനീളൻ പ്രസംഗങ്ങളും എഴുത്തുകളും വാദോരാതെ നടത്തിക്കൊണ്ടിരിക്കുന്നവരുടെ മുമ്പിൽ ഒരു പ്രസംഗവുമില്ലാതെ അത് അംഗീകാരം നടത്തിക്കൊടുത്തുകൊണ്ട്, അംഗീകാരം നൽകിക്കൊണ്ട് അവരെ ആദരിക്കുന്നത് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും പ്രമുഖമായ, രാജ്യത്തിലെ ഏറ്റവും പ്രമുഖമായ കാര്യം. ഒരു ഭരണകൂടത്തിൻ്റെ, ആ ഭരണകൂടത്തെ നയിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ, ആ പ്രസ്ഥാനത്തെ നയിക്കുന്ന തത്വശാസ്ത്രത്തിൻ്റെ, ആദർശത്തിൻ്റെ, ആശയത്തിൻ്റെ അടയാളം തന്നെയാണ് ഈ പത്മ അവാർഡുകളും മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി വിളിച്ചു പറയുന്ന അജ്ഞാത കോണുകളിൽ
ലോക നന്മയ്ക്ക് വേണ്ടി ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരെ ഉയർത്തിക്കാണിക്കുന്നതും. അത് സമൂഹത്തിന് മാതൃകയാണ്. ഒന്നുമില്ലാത്തവർക്ക് മാതൃകയാണ്, എല്ലാം ഉള്ളവർക്കും മാതൃകയാണ്. എന്തിനു വേണ്ടിയെങ്കിലും നന്മയ്ക്ക് വേണ്ടി പ്രയത്നിക്കുന്നവർക്ക് മാതൃകയാണ്. സമൂഹത്തിന് വേണ്ടി ജീവിതം സമർപ്പിക്കണം എന്നുള്ള ആദർശം സ്വീകരിക്കുന്നവർക്ക് മാതൃകയാണ്. ആ മാതൃക തന്നെയാണ് ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ പോകുന്നത് എന്ന് തിരിച്ചറിയണം. IM വിജയനെ അംഗീകരിക്കാത്ത കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഒക്കെ തള്ളിക്കളഞ്ഞ ആ മനുഷ്യനെ ഇതാ ഈ പറയുന്ന സംഘപരിവാർ എന്ന് വിളിച്ച് ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ചില രാഷ്ട്രീയക്കാർ, എല്ലാവരും അല്ലല്ലോ, സമൂഹം ഇന്ന് ലോകം അംഗീകരിച്ചിരിക്കുന്നു. ഈ പ്രത്യയശാസ്ത്രത്തെയും ഈ ഭരണകൂടത്തെയും അതിൻ്റെ നയങ്ങളെയും സമീപനങ്ങളെയും സംസ്കാരത്തെയും അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. അവരിത് അംഗീകരിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ് IM വിജയന് പത്മ അവാർഡ് കൊടുത്തത്. അതുപോലെയുള്ള അനേകം പേർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നതും കൊടുത്തതിൻ്റെ ചരിത്രവും, ഈ ചരിത്രവും അതിൻ്റെ പിന്നിലുള്ള ദർശനവും ജീവിത വീക്ഷണവും തിരിച്ചറിയണം എന്നഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.